പറയുമ്പോഴും എതിർപ്പുകളാണ് പറയുക. അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട. ഒരു മദ്രസയിൽ പോയാൽ മദ്രസയിൽ നിന്ന് ഉസ്താദന്മാർ, ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോമഡി ട്രാജഡി എല്ലാം കൂടിയാണ്. ഈ ഉസ്താദന്മാർ നമ്മളെ തറവാട്ടിൽ തന്നെ പള്ളി മദ്രസൊക്കെ നമ്മളെ തറവാട് വകയാണ്. നമ്മളെ തറവാട് ഇപ്പോഴും സ്വന്തമായിട്ട് ഖബർസ്ഥാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ തറവാട്ടിലുള്ളവരെ മാത്രമേ അവിടെ മറയും, വേറെ പുറമേ ഉള്ള ആയിരിക്കും അവിടെ ഖബർസ്ഥാന് പാടില്ല. പിന്നെ ആ തറവാട്ടിൽ വന്ന പിയാപ്പിളായിരിക്കും മരുമക്കൾക്കും, ആൺകുട്ടികളെ ഭാര്യമായിരിക്കും പെൺകുട്ടികളെ ഭർത്താക്കന്മാരിക്കും മാത്രമേ. അപ്പം പിന്നെ ഉസ്താദ് മദ്രസന്ന് പിന്നെ ആൺകുട്ടികളോട് പ്രത്യേക ഒരു അടുപ്പവും ഇതൊക്കെ കാണിക്കും. അപ്പം എനിക്ക് അന്നപ്പം നമ്മളെ പള്ളി നമ്മളെ മദ്രസ എന്നുള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ, ആ ചെറിയ പ്രായത്തിൽ എന്നോടാണ് കുട്ടികൾ സങ്കടം പറയുക. ആൺകുട്ടികളെ ഉസ്താദന്മാരെന്തെങ്കിലും കാട്ടുമ്പോൾ ആൺകുട്ടികൾ മറ്റുള്ള ആൺകുട്ടികളോട് പറയുമ്പോൾ അവർ പരിഹസിച്ച് പുച്ഛിച്ച് ചിരിച്ച് കളിയാക്കി, നീ ഉസ്താദിൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഏതോ ഒരു മലപ്പുറങ്ങാനുള്ള ഉസ്താദിനോട് ഞാൻ ചോദിച്ച്, എൻ്റെ കൂടെ സഹപാഠി എന്നെ പഠിക്കുന്ന അവൻ്റെ ഉമ്മ വെള്ളപ്പം വിറ്റിട്ടാണ് അവനെ പഠിപ്പിക്കുന്നത് ആക്കുക. അപ്പോൾ അവൻ ചോദിച്ച് ഇങ്ങനെ ഉസ്താദ് എന്തോ കാട്ടുന്നെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വാ നമുക്ക് ചോദിക്കാമെന്ന്. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ നിങ്ങളെന്താ അവനോട് ഇങ്ങനെ ഒരു വൃത്തിയോട് കളിക്കുന്നത്? അത് ആര് പറഞ്ഞ് ഇങ്ങനെ എന്തോന്ന് ഉസ്താദ് എന്നോട് എന്തോ ഒരു തർക്കുത്തരം പറഞ്ഞു. ഞാൻ ഈ ഡെസ്കുമ്മ കയറി നിന്നിട്ട് ഒരൊറ്റ അടിയിട്ട് കൊടുത്തു ഉസ്താദിനെ. കൂടെ ഓനും കയറി അടിച്ച്. ഹായ്, മതം വിട്ടവരുടെ സ്പെഷ്യൽ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇന്നത്തെ വിശിഷ്ട വ്യക്തി ഒരു സ്ത്രീയാണ്. ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി മതത്തെക്കുറിച്ച്, അതും വളരെ ചെറിയ പ്രായത്തിലെ മതത്തിലെ വിവേചനങ്ങളെക്കുറിച്ച്, നമ്മുടെ മതത്തിൻ്റെ മാത്രം പ്രത്യേകതകളെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുക എന്നത് ഒരു പ്രത്യേക സംഭവം തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാർക്കൊന്നും അത് സാധിക്കില്ല. കാരണം അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പാടില്ല എന്നാണ് ചെറിയ പ്രായത്തിലെ നമ്മുടെ ഉള്ളിലേക്ക് ഇവർ ഇൻജക്റ്റ് ചെയ്യുന്നത്. മതം എന്തു പറയുന്നു അതങ്ങനെ തന്നെ വിഴുങ്ങുക, അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമോ ഒരു ചിന്തയോ ഒന്നും പാടില്ല. ആ രൂപത്തിലാണ് നമ്മളെ ഇവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിനെ കുറിച്ച്, മതത്തിൻ്റെ മതവിശ്വാസങ്ങൾ, മതസംഹിതകൾ, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യം ഉള്ളിൽ കിടന്ന് വീണ്ടും 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 വളരുകയും പിന്നീട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതായപ്പോൾ ആ മതം ഉപേക്ഷിക്കുകയും ചെയ്ത ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. പക്ഷെ പലരും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഞാനൊരു യുക്തിവാദിയാണ്, ഞാൻ മതം വിട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ തയ്യാറാകാത്തതും നമ്മുടെ മതത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം ഒരു കാലത്ത് ഞാൻ പർദ്ദ ഇട്ടിരുന്നു, അത് ഭക്തിയുടെ മാർഗത്തിലായിട്ടായിരുന്നു. അള്ളാഹു സ്വർഗം തരുന്നതിന് വേണ്ടി, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നതിന് വേണ്ടി, പുരുഷൻ നമ്മളെ നോക്കുമ്പോൾ കാമം തോന്നാതിരിക്കാൻ നമ്മൾ പൊതിയണം എന്നൊക്കെ ഉള്ളതിന് വേണ്ടി ആ വേഷം ധരിച്ചിരുന്നു. ഇന്ന് പക്ഷേ ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി ആ വേഷം ധരിക്കുവാണ്. എന്നെ ആൾക്കാർ തിരിച്ചറിയാതിരിക്കാൻ, പുറത്തു പോകുമ്പോൾ ഞാനാണ് എന്ന് മറ്റുള്ളവർ ഐഡൻറ്റിഫൈ ചെയ്ത് ഞാൻ ആക്രമിക്കപ്പെടാതിരിക്കാൻ ആ വേഷം ധരിക്കുകയാണ്. ആ വേഷത്തിൻ്റെ പവിത്രത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അധികം ആൾക്കാർക്കത് മനസ്സിലാകില്ല. കാരണം മാസ്ക് ധരിക്കാൻ ചെവി തന്നവനാണ് അള്ളാഹു എന്ന് പറയുന്ന ഇസ്ലാമിക പ്രഭാഷകരുടെ നാടാണിത്. കാരണം ഇങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം കൊറോണ വരും. ആ കൊറോണ വരുമ്പോൾ മാസ്ക് ധരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി 2 ചെവി തന്ന് ഈ മാസ്കിൻ്റെ 2 ഹോളുകളും തന്നവനാണ് റബ്ബ് എന്ന് പറയുന്നവരോട് എന്ത് തരത്തിലാണ് നമ്മൾ ഉപദേശിക്കേണ്ടത്? ഒരു പെണ്ണാണ് ഇസ്ലാം ഉപേക്ഷിക്കുന്നതെങ്കിൽ അവൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് അവൾ എന്തുകൊണ്ടാണ് മതം ഉപേക്ഷിച്ചത് എന്നതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ ആദ്യം പറയുന്നത് അവൾ പോക്കാണ്, അവൾ അഭിസാരികയാണ്, അവൾ വേശ്യയാണ്, അവൾ അവൻ്റെ കൂടെ പോയി, ഇവൻ്റെ കൂടെ പോയി, മറ്റവൻ്റെ കൂടെ പോയി എന്നൊക്കെ തന്നെ ആയിരിക്കും. എന്നാൽ ഇവർ പറയുന്ന പവിത്രമായ വേഷമാണെങ്കിൽ ഈ വേഷം ഉപയോഗിച്ച് ആരും വേശ്യാവൃത്തിക്ക് പോകുമായിരുന്നില്ല.
മദ്രസയിലെ ഉസ്താദന്മാരുടെ വേഷം അത്രമാത്രം പവിത്രതയുള്ളതായിരുന്നെങ്കിൽ ഒരു കുട്ടികളും ചെറിയ പെൺകുട്ടി, ചെറിയ ആൺകുട്ടി, സ്ത്രീകൾ, പെൺകുട്ടികൾ ഇവരൊന്നും പീഡിപ്പിക്കപ്പെടുമായിരുന്നില്ല. ആ വേഷത്തിന്റെ പവിത്രത എത്രമാത്രമുണ്ട് എന്ന് നമുക്കറിയാം. അതായത് സമാധാനത്തിന്റെ മതം പടുത്തുയർത്തിയത് തന്നെ ചോരയിലാണ്. അന്യമതസ്ഥ്യന്റെ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഈ സമാധാനത്തിന്റെ മതം വാളുകൊണ്ട് പടുത്തുയർത്തിയത്. അപ്പോൾ തന്നെ ഈ മതത്തിന്റെ പവിത്രത എന്താണ്, പ്രത്യേകത എന്താണ്, ഇമ്പോർട്ടൻ്റ് എന്താണ് എന്ന് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും സംശയലേശമന്യേ മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയാണ്. അപ്പോൾ നമുക്കറിയാം ഈ മതം പലരും മനസ്സിലാക്കുന്നുണ്ട്, ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരും ബോധവതികളുമാകുന്നുണ്ട്. ഈ മതത്തിന്റെ ഗുണ്ടായുസവും ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങളും കാരണം തന്നെയാണ് പലരും അത് തുറന്നു പറയാൻ തയ്യാറാകാത്തത്. കുടുംബത്തിൽ നിന്നും ഒഴിവാക്കുക, ഒറ്റപ്പെടുത്തുക, സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കുക, അവരെന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ ശ്രമിച്ചാൽ അതിനെ തകർക്കുക, അവരെ ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് എന്നോട് ഞാൻ ചോദിച്ചു, എന്നെ നിങ്ങൾ എങ്ങനെയാണ് വേശ്യ എന്ന് വിളിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് തെളിവാണ് കിട്ടിയത്? അത് അവിടെ കണ്ടു, ഇവിടെ കണ്ടു, എന്ത് വേശ്യാവൃത്തിയാണ് നിങ്ങൾ എന്നിൽ കണ്ടത്? നിങ്ങളുടെ ഭാര്യ വേശ്യയാണ്, നിങ്ങളുടെ മകൾ വേശ്യയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് എന്നോട് ചോദിക്കുന്നത്? അത് തെളിവ് ചോദിക്കും. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പക്കലുള്ള തെളിവ്? അത് നിങ്ങൾ നബിയെക്കുറിച്ച് പറഞ്ഞു 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടി. 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയതല്ലേ? 53 ഇല്ല നിങ്ങളപ്പം പ്രമാണങ്ങളൊന്നും നോക്കാതെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഉടനെ അവർ തിരിച്ചിട്ടു. ഇതാണ് ഇവരുടെ ഒരു സൈക്കോളജിക്കൽ തന്ത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഹദീസ് പ്രമാണത്തിലുണ്ട് എന്നാൽ അത് നിട്ടതാ. മനസ്സിലായില്ലേ? നമ്മളെ വിമർശിക്കാൻ വരുന്ന പലർക്കും മതം അറിയില്ല. മതഗ്രന്ഥങ്ങൾ എന്താണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. അപ്പോൾ നമ്മളോട് പോലും സംസാരിച്ച് നിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ 3 മിനിറ്റ് മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഖുർആൻ മാനവിക വിരുദ്ധ ഗ്രന്ഥമാണ് എന്ന് തെളിയിക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് ഇതുവരേക്കും ഒരാളും തയ്യാറായിട്ടില്ല. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വെറുതെ വീട്ടിനകത്തിരുന്നിട്ട് പറയാതെ പുറത്ത് വന്നിട്ട് വാ. നിങ്ങളുടെ പണ്ഡിതന്മാരാണ് പോയി മാളത്തിൽ ഒളിച്ചിരിക്കുന്നത്. ഞങ്ങളാരും മാളത്തിൽ ഒളിച്ചിരിക്കുന്നില്ല. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടാണ് ഞങ്ങളാരും പുറത്തേക്ക് വരാതിരിക്കുന്നത്. അപ്പോൾ ആരാണ് മാളത്തിൽ ഒളിച്ചിരിക്കുന്നത്? പോട്ടെ, നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ മതം വിട്ട പ്ലാറ്റ്ഫോമിൽ വരുന്നു. മിനി പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഒരു എന്താ പറയുക, കുപ്പക്കുഴിയിൽ നിന്നൊരു ഒരു മാണിക്യം എന്നൊക്കെ പറയാം വേണമെങ്കിൽ. കാരണം ആ മണ്ണിൽ നിന്ന് അബ്ദുൽ അലി മാഷെ പോലെയൊക്കെയുള്ള ഒരു യുക്തിവാദി വളർന്ന മണ്ണാണ്. എന്നാൽ തീവ്രമായ വിശ്വാസത്തിൻ്റെ, ആചാരത്തിൻ്റെ, അനുഷ്ഠാനത്തിൻ്റെ, അന്ധവിശ്വാസത്തിൻ്റെ വളക്കൂറുള്ള മണ്ണുമാണ് കാപ്പാട്. ആ മണ്ണിൽ നിന്നും ഒരു ധീരരത്നം നമ്മോടൊപ്പം ഇന്നുണ്ട്. നമുക്ക് പരിചയപ്പെടാം. വെൽക്കം. എൻ്റെ പേര് സാബിറ, കോഴിക്കോട് നടക്കാവ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ വീട് കാപ്പാടായിരുന്നു. കല്യാണം കഴിച്ചത് കോഴിക്കോടാണ്. ഇവിടെ ഇപ്പം 24 കൊല്ലമായി, 22 കൊല്ലമായി സ്വന്തം വീട് ആയിട്ട് നടക്കാവ് ആണ് താമസിക്കുന്നത്. ഞാൻ നന്നേ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നു. 15 വയസ്സായപ്പം ഒരു മോളുണ്ട്. മോള് വലുതാണ്. മോള് ഫാമിലി അടക്കം ഖത്തറിലാണ്. പിന്നെ മോൾക്ക് 17 വയസ്സായപ്പോഴാണ് ഒരു മോനുണ്ടായത്. മോന് 9 വയസ്സായി, 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പിന്നെ ഹസ്ബൻഡ് ബിസിനസ്സാണ്. പിന്നെ എൻ്റെ വാപ്പ കുവൈത്തിലായിരുന്നു, ഒരു ഹോട്ടൽ വ്യാപാരിയായിരുന്നു. പിന്നെ വാപ്പ ആദ്യമൊക്കെ നല്ല ഫാഷനൊക്കെ ഉള്ള ഒരാളായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് ഓർമ്മ വെച്ച് കാലം മുതലേ വാപ്പ എന്താ പറയുക, 6 മാസം നാട്ടിലും 6 മാസം കുവൈത്തിലായിരുന്നു. പിന്നെ വാപ്പ അതുവരെ എന്നെ എന്താ പറയുക, പുന്നാരിച്ച് കൊണ്ടിടുന്നതും സ്നേഹിച്ചതും ഒക്കെ ഉമ്മൻ്റെ വാപ്പയായിരുന്നു. ഉമ്മൻ്റെ വാപ്പ ഒരു ഫ്രീ തിങ്കറായിരുന്നു. പിന്നെ ഉമ്മൻ്റെ തറവാട് എന്നൊക്കെ പറഞ്ഞാൽ ഈ പഴയ
ഭയങ്കര തറവാട് മഹിമയും കുലമഹിമയൊക്കെ പറയുന്ന വലിയ തറവാട്ടുകാരാണ്. പിന്നെ അന്ന് നമ്മളെ നാട്ടിൽ ഈ പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചാൽ സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസിക്കുക. അപ്പം ഉമ്മൻ്റെ തറവാട്ടിൽ തന്നെയാണ്. ഉമ്മൻ്റെ വാപ്പ ഒക്കെ ഒരു 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 ബംഗ്ലാവ് പോലത്തെ ഒരു വേറെ വീടുണ്ടായിരുന്നു. അപ്പം മൂപ്പരിക്ക് ഭാര്യ വീട്ടിൽ താമസിക്കുക എന്നുള്ളൊരു കുറച്ചൽ കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പോവും, രാത്രി അവിടെ നിൽക്കില്ല. ആ ഒരു സിസ്റ്റമായിരുന്നു ഞാൻ കണ്ടത്. അപ്പം ഉമ്മൻ്റെ വീട്ടുകാരൊക്കെ ഭയങ്കര വിശ്വാസികളാണ്. പക്ഷേ പഴയ മോഡൽ സുന്നികളാണ്. ഇന്നത്തെ മാതിരി തീവ്രത ഇല്ല, ആരോട് ശത്രുത ഇല്ല. പക്ഷേ ഹിന്ദുക്കൾ നരകത്തിലാണ്, നരകത്തിൻ്റെ വിറകാണെന്ന് അന്ന് ഞാൻ മദ്രസയിൽ നിന്ന് പറഞ്ഞേ കേൾക്കുമ്പോൾ ഉമ്മൻ്റെ വീട്ടിൽ നിന്ന് സംശയം ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പറയും അങ്ങനെ പറഞ്ഞ്, പക്ഷേ അത് ആലോചിച്ചുകൂടാ, ഭയങ്കര സങ്കടമാണ്. അതെന്താണ് എനിക്ക് അങ്ങനെയാന്ന് എന്നോട് ഉമ്മൻ്റെ ഒരു അമ്മോനും അതിന് ഉത്തരം പറയുമായിരുന്നു. ഒട്ടുമിക്ക കുടുംബങ്ങളുടെയും അവസ്ഥയാണിത്. അവർ പെൺകുട്ടികളെ വളർത്തുന്നതു തന്നെ ആരാന്റെ വീട്ടിലേക്ക് കെട്ടിച്ചയക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. എനിക്കൊരു പെൺകുട്ടിയാണ് ഇങ്ങനെ നീറ്റല. എൻ്റെ ഒരു സിസ്റ്റർക്ക് 3 പെൺകുട്ടികളാണ്. അതിൽ രണ്ടാമതൊരു മോളുണ്ട്. ആ മോൾക്ക് 2 പെൺകുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പെൺകുട്ടിയായി, രണ്ടാമതൊരു പെൺകുട്ടിയായി. അവൾ ഒരേ ആധിയാ, ഉറക്കമില്ലാതെ. ചെറിയ കുഞ്ഞുങ്ങളാണ്, ഒരു 6 വയസ്സ് 5 വയസ്സ് ഒക്കെ മാത്രമുള്ള ചെറിയ മക്കളാണ്. 5 വയസ്സൊക്കെ ഉണ്ടാകുമോ എന്ന് തന്നെ അറിയില്ല. അയ്യോ, എനിക്ക് പഠിച്ചു തന്നത് 2 പെൺകുഞ്ഞുങ്ങളെയാണ്. എന്തിനാണ് ഇങ്ങനെ നീറുന്നത്? ആ കുട്ടികളെ വിവാഹം കഴിച്ച് ആരാന്റെ വീട്ടിലേക്ക് അയക്കണം എന്നുള്ള ചിന്ത മാറ്റി നിർത്തി അവരെ പഠിപ്പിച്ചൊരു ജോലിയിലാക്കി കൊടുക്കാമെന്നുള്ള ചിന്തയല്ലേ കുറച്ചുകൂടി പ്രോഗ്രസ് ആയിട്ടുള്ള ചിന്ത അല്ലേ? ആ രൂപത്തിലല്ലേ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തി കൊണ്ടുവരേണ്ടത്? ഞാൻ എൻ്റെ മക്കൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, തന്തയാണെങ്കിലും ശരി, തന്തയില്ലാഴിക ചെയ്യുന്നെങ്കിൽ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് സാധിക്കണം. ആർക്കും വേണ്ടി ഒരു തരത്തിലും പക്ഷപാതം പിടിച്ച് സംസാരിക്കരുത്. നീതിക്ക് വേണ്ടി ഉറച്ചു നിൽക്കണം, അതിനി ആരാണെങ്കിലും ശരി എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ പണ്ടും അങ്ങനെ തന്നെ പല വീടുകളിലും എനിക്കും അറിയാം, കല്യാണം കഴിച്ചാലും പെണ്ണിൻ്റെ വീട്ടുകളിൽ തന്നെ നിൽക്കുന്ന ആൾക്കാർ. ചിലപ്പോൾ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടും കയറി പിടിക്കാൻ. നമ്മുടെ സാബിറ എന്ന പവിഴമുത്തിന് കിട്ടിയത് ഉമ്മയുടെ വാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രോഗ്രസീവായിട്ടുള്ള ചിന്തകൾ ഇവർക്ക് വളം നൽകി, പ്രചോദനം നൽകി. അത്തരത്തിലാണ് ഇവർ വളർന്നത്. അപ്പോൾ അന്യന്റെ വീട്ടിൽ പോകാൻ ഉള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ചെറിയ കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നിയ കുഞ്ഞു ബുദ്ധികൾ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങളാരും എന്നിട്ട് അന്യന്റെ വീട്ടിലേക്ക് പോയില്ലല്ലോ. കാരണം അവിടെയൊക്കെ പെൺകുട്ടികളെ കെട്ടിച്ചയച്ചാൽ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ ആയിരുന്നത്രേ പതിവ്. അങ്ങനെ തന്നെ ആയിരുന്നത്രേ നിന്നിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളോട് പറയാറുള്ളതാണ്, അരുത്, അത് ചെയ്യരുത്, വേണ്ട, പാടില്ല. ഇത്തരം നെഗറ്റീവ് എനർജികൾ മാത്രമാണ് ഇവരിങ്ങനെ നമ്മുടെ തലയിലേക്ക് കുത്തിവെക്കുക. അപ്പോൾ ഇവരുടെ കുടുംബം സുന്നിയായിരുന്നു, ഭേദമാണ്. കാരണം സുന്നികൾ അവരുടെ കുറച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതല്ലാതെ തീവ്ര വിശ്വാസികൾ ആണ് അവര്. പക്ഷേ മറ്റുള്ളവരങ്ങനെ ആകണം എന്നൊന്നും ഒരു താല്പര്യം അവർക്കില്ല. ഇസ്ലാമിലേക്ക് ആളെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരണം എന്നുള്ള താല്പര്യവും അവർക്കില്ല. അവരുടെ വിശ്വാസങ്ങൾ അവർക്ക് പവിത്രമാണ്, അതുമായിട്ട് അവർ മുമ്പോട്ട് പോകും. അന്യരോട് വളരെ ക്രൂരമായ സമീപനം അതൊന്നും പൊതുവെ സുന്നികൾക്കുണ്ടാകാറില്ല. അവരെന്തോ അവരതുമായിട്ട് മുമ്പോട്ട് പോകുമെന്നുള്ളതല്ല. തന്നെയുമല്ല, അവർ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയെ പോലെയൊന്നുമല്ല. കൂടുതൽ അമുസ്ലിമീങ്ങളും ഒക്കെ ആയിട്ട് സഹായിച്ചും സഹകരിച്ചും സ്നേഹത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകുന്നവരാണ്. ഞങ്ങളുടെ കുടുംബവും സുന്നി തന്നെയായിരുന്നു. നല്ല ഒരു അന്ധവിശ്വാസങ്ങളിൽ മുങ്ങിക്കുളിച്ച് കഴിയുന്ന കുടുംബാന്തരീക്ഷമായിരുന്നു എൻ്റേതും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഓരോ വ്യാഴാഴ്ച ദിവസവും ഓരോ വീട്ടിൽ വെച്ചിട്ട് സംഘമൗലൂദ്, ആൾക്കാരെല്ലാം കൂടി നബിയുടെ പ്രകീർത്തനങ്ങൾ ഇങ്ങനെ വ്യാഴാഴ്ച ദിവസം ഇങ്ങനെ പാരായണം ചെയ്യുക. ആ വരുന്നവർക്കൊക്കെ കുറച്ച് ചീരണി എന്ന് പറയും, ചെറിയ കടികളും ചായയും പായസവും അതൊക്കെ കൊടുത്തു വിടുക എന്നുള്ളത്. ഞങ്ങളുടെ വീട്ടിലൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സാധാരണഗതിയിൽ കൊച്ചുമാടെയും മാമാടെയും ഒക്കെ വീട്ടിൽ അങ്ങോട്ട് പോകലായിരുന്നു പതിവ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആൾക്കാർക്കൊന്നും ഇരിക്കാൻ പറ്റുന്ന കസേര സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്.
ആ സംശയങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചിന്തിച്ച് ഒടുവിൽ നമ്മൾ അന്വേഷണത്വര നമ്മുടെ ഉള്ളിൽ അന്തർലീനമാണ്. അതെടുത്ത് നമ്മൾ പ്രയോഗിച്ചാൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. പലരുടെയും അബദ്ധങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും പൊളിച്ചടുക്കാനും കഴിയും. ഒന്നുമല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതമെങ്കിലും സ്വതന്ത്രമാക്കാൻ സാധിക്കും. അപ്പോൾ സാബിറായോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. ചെറിയ പ്രായത്തിൽ മദ്രസകളിലൊക്കെ പോകുന്ന പ്രായത്തിൽ നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്ന ചിന്തകൾ തികച്ചും വ്യത്യസ്തമാണ്. കാരണം നമ്മുടെ ചോദ്യങ്ങൾക്കൊന്നും ആദ്യം നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുക നമ്മുടെ വീട്ടിലുള്ള ഉമ്മ, മാമാമാര്, ഉപ്പ തുടങ്ങിയ ആൾക്കാരോടായിരിക്കും. അവരിൽ നിന്നും ഒന്നും ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ നമ്മളത് ഉസ്താദിനോട് ചോദിക്കും. ഉസ്താദിൽ നിന്നും ലഭിക്കുന്ന ഉത്തരം തികച്ചും തൃപ്തകരമായിരുന്നില്ല ഒരാൾക്കും. അപ്പം നമ്മൾ കൂട്ടുകാർക്കിടയിൽ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. മുസ്ലിം കുട്ടികളും ഹിന്ദു കുട്ടികളും എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഓരോ എത്തിച്ചേരലുകളിൽ അകപ്പെട്ടു പോകുന്നത്. അള്ളാഹു അങ്ങനെയാണ്, അള്ളാഹു ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ രീതികൾ അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും പലപ്പോഴും ഞങ്ങൾ എത്തിച്ചേരാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മുസ്ലിം ഓർത്തഡോക്സ് സുന്നി കുടുംബത്തിൽ ജനിച്ച സാബിറയുടെ മദ്രസ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ആ മദ്രസ ജീവിതവും മറ്റുമൊക്കെ ഒന്ന് പറയാമോ? മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് തന്നെ ഞാൻ ഈ മേലെ പറഞ്ഞത് തന്നെ. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഒന്നിനും ഡാൻസ് കളിക്കാൻ പാടില്ല, ഒപ്പന കളിക്കാൻ പാടില്ല. ഞാൻ അന്നേ കുറേ ഫാഷനബിളായിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ വാപ്പ കുവൈത്തുനിന്നും നല്ല ഫാഷൻ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്കന്ന് പാർസൽ അയക്കുക കാര്യങ്ങളൊക്കെ. അപ്പം ആ ഡ്രസ്സുകളൊക്കെ ഞാൻ ധരിക്കുമ്പം ഉമ്മൻ്റെ വാപ്പ അന്നൊക്കെ പരിഷ്കാരിയാണ്. ഉമ്മൻ്റെ വാപ്പയെ അത് ഇടാൻ സമ്മതിക്കുള്ളൂ, ബാക്കി എല്ലാവരും അത് ഇടണ്ട, അല്ലെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് ആ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ അതിനൊരു തട്ടം കൊണ്ട് മൂടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ചെതക്കേടാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അന്നേ അറിയില്ല, എന്താണെന്നറിയില്ല, എനിക്ക് ഈ മുസ്ലിം ഈ മതങ്ങൾ മദ്രസ് ഈ തലയെ കെട്ടി നടക്കുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒരു ഇറിറ്റേറ്റായിരുന്നു എനിക്ക്. എൻ്റെ ഉമ്മൻ്റെ വാപ്പ പണ്ടുമായിരുന്നു. ഉമ്മൻ്റെ അമ്മോൻ ഇങ്ങോട്ട് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മൻ്റെ വാപ്പ പറയുമായിരുന്നു, ഈ ഇത്രയും വലിയ പ്രപഞ്ചം സൃഷ്ടിച്ച ഈ ഇത്രയും വലിയ ശക്തിക്ക് നമ്മൾ ഇരുന്നാലെന്ത് കുമ്പിട്ടാലെന്ത്, നമ്മളെ മനസ്സ് മാത്രം നന്നാക്കിയാൽ മതി മോളെ എന്ന് പറയായിരുന്നു. അങ്ങനെയാണ് എനിക്കറിയില്ല, എനിക്ക് ബാക്കി എല്ലാ കാര്യത്തിലും ഇൻട്രസ്റ്റ് ആയിരുന്നു. ഡാൻസ്, ഒപ്പന, പാട്ട്, സംസാരിക്കാൻ, എഴുതാൻ. അന്നേ ഞാൻ കുടുംബത്തിലുള്ള തറവാട്ടിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണമുള്ള വധുവിനെയും വരനെയും വെച്ചിട്ട് ഒരു പ്രണയം എഴുതും. അങ്ങനെയൊക്കെ ഒരു എഴുത്തിനോട്, പ്രത്യേകിച്ച് ഒരു പ്രണയത്തിനെ പറ്റി എഴുതാനും ഒക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ തമാശയായിട്ടും അങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുമ്പോൾ ഇപ്പം ചെറുപ്പത്തിലേ എന്നോടെല്ലാവരും തമാശ പറയുമ്പോഴൊക്കെ എപ്പോഴും ഇങ്ങനെ എന്തും ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല എന്ന് കേട്ടിട്ടാണ് വളർന്നത്. പിന്നെ മറ്റുള്ള വീട്ടിലെ പെൺകുട്ടികളെ കമ്പയർ ചെയ്ത് പറയാം, അവളെ കണ്ടില്ലേ എന്തൊരച്ചടക്കത്തിലാണ്, തലയിലൊക്കെ തട്ടിട്ട് രാവിലെ തന്നെ എണീച്ച് മുറ്റടിച്ചേരി ആരാൻ്റെ വീട്ടിൽ പോകേണ്ടതല്ലേ. അപ്പം ഞാൻ പറയുമായി, നിങ്ങളൊന്നും ആരാൻ്റെ വീട്ടിലല്ലല്ലോ, പക്ഷേ ഇനി അങ്ങനെയൊക്കെ ചിലപ്പം പോകേണ്ടി വരും, അങ്ങനെ പലതും എന്താണെന്ന് പറയാൻ പറ്റൂലായിരുന്നു. ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയുക. അപ്പോൾ ആ കമ്പയർ ചെയ്ത് പറയുന്ന ആ കുട്ടികളവരോട് വരെ എനിക്കൊരു തരം ഒരു ദേഷ്യമായിരുന്നു. ദേഷ്യം എന്ന് പറഞ്ഞാൽ പക പോലത്തെ ദേഷ്യമല്ല. പിന്നെ എനിക്ക് ചെറുപ്പത്തിലേ തോന്നുമായിരുന്നു, ഞാനിവിടെ ഒന്നുമല്ല, എനിക്ക് ഇവരൊന്നും എൻ്റെ ആരുമല്ല, എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് ആരും തോന്നുന്നുമില്ല. എനിക്ക് തോന്നിയത് ആകെ എൻ്റെ അമ്മൻ്റെ വാപ്പനോട് മാത്രമാണ്. എന്താണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. വെച്ചാൽ എന്ത് പറയുമ്പോഴും എതിർപ്പുകളാണ് പറയുക. അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട. ഒരു മദ്രസയിൽ പോയാൽ മദ്രസയിൽ നിന്ന് ഉസ്താദന്മാർ, ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോമഡി ട്രാജഡി എല്ലാം കൂടിയാണ്. ഈ ഉസ്താദന്മാർ നമ്മളെ തറവാട്ടിൽ തന്നെ പള്ളി മദ്രസൊക്കെ നമ്മളെ തറവാട് വകയാണ്. നമ്മളെ തറവാട് ഇപ്പോഴും സ്വന്തമായിട്ട് ഖബർസ്ഥാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ തറവാട്ടിലുള്ളവരെ മാത്രമേ അവിടെ മറയും, വേറെ പുറമേ ഉള്ള ആയിരിക്കും അവിടെ ഖബർസ്ഥാന് പാടില്ല. പിന്നെ ആ തറവാട്ടിൽ വന്ന പിയാപ്പിളായിരിക്കും മരുമക്കൾക്കും.
ആൺകുട്ടികളെ ഭാര്യമായിരിക്കും പെൺകുട്ടികളെ ഭർത്താക്കന്മാരിക്കും മാത്രമേ. അപ്പം പിന്നെ ഉസ്താദ് മദ്രസന്ന് പിന്നെ ആൺകുട്ടികളോട് പ്രത്യേക ഒരു അടുപ്പവും ഇതൊക്കെ കാണിക്കും. അപ്പം എനിക്കന്നപ്പം നമ്മളെ പള്ളി നമ്മളെ മദ്രസ എന്നുള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ, ആ ചെറിയ പ്രായത്തിൽ എന്നോടാണ് കുട്ടികൾ സങ്കടം പറയുക. ആൺകുട്ടികളെ ഉസ്താദന്മാരെന്തെങ്കിലും കാട്ടുമ്പോൾ ആൺകുട്ടികൾ മറ്റുള്ള ആൺകുട്ടികളോട് പറയുമ്പോൾ അവർ പരിഹസിച്ച് പുച്ഛിച്ച് ചിരിച്ച് കളിയാക്കി നീ ഉസ്താദിൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഏതോ ഒരു മലപ്പുറങ്ങാനുള്ള ഉസ്താദിനോട് ഞാൻ ചോദിച്ച്, എൻ്റെ കൂടെ സഹപാഠി എന്നെ പഠിക്കുന്ന അവൻ്റെ ഉമ്മ വെള്ളപ്പം വിറ്റിട്ടാണ് അവനെ പഠിപ്പിക്കുന്നത് ആക്കുക. അപ്പോൾ അവൻ ചോദിച്ച് ഇങ്ങനെ ഉസ്താദ് എന്തോ കാട്ടുന്നെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വാ നമുക്ക് ചോദിക്കാമെന്ന്. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ നിങ്ങളെന്താ അവനോട് ഇങ്ങനെ ഒരു വൃത്തിയോട് കളിക്കുന്നതെന്ന്. അത് ആര് പറഞ്ഞ് ഇങ്ങനെ എന്തോന്ന് ഉസ്താദ് എന്നോട് എന്തോ ഒരു തർക്കുത്തരം പറഞ്ഞു. ഞാൻ ഈ ഡെസ്കുമ്മ കയറി നിന്നിട്ട് ഒരൊറ്റ അടിയിട്ട് എടുത്തു ഉസ്താദിനെ. കൂടെ ഓനും കയറി അടിച്ച്. ഉസ്താദ് ആകെ പേടിച്ചെല്ലാം കൂടി പ്രശ്നമായി. അങ്ങനെ സദർ വന്നിട്ട് പറഞ്ഞു നീ എങ്ങനെയാണ് ഉസ്താദിനെ അടിക്കാന്ന്. അപ്പം ഞാൻ അയാളോട് പച്ചേരി പറഞ്ഞു. അപ്പം എന്നെ അങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മദ്രസയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ എൻ്റെ തറവാട്ടിലെ കാരണവരുണ്ട്, അത് കുട്ടികൾ അങ്ങനെയൊക്കെയാണ്, അതൊന്നും പറ്റില്ല എന്നിട്ട് വീണ്ടും മദ്രസയിൽ കൊണ്ടുപോയാക്കി. പക്ഷേ അവർ ഈ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, അവർക്കും പറയാൻ മടിച്ച്. അപ്പം പിന്നെ ഉസ്താദ് പറയും ഇവർ പിന്നെ വലിയ ആൾക്കാരല്ലേ, ഇവർക്ക് പിന്നെ എന്തും ചെയ്യാറൊന്നും. പക്ഷെ വീണ്ടും ഞാനത് പ്രശ്നമാക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ഉസ്താദിനെ അവിടെ നിന്ന് പിരിച്ചു വിട്ടു. പിന്നെ വേറെ ഏതൊരു മദ്രസയിൽ കയറിയെന്ന് കേട്ട്. സത്യം അന്വേഷിക്കുന്നവർക്ക്, കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് ഒരുപാട് സ്പാർക്കുകൾ ചിന്തകൾക്ക് സമ്മാനിക്കുന്ന രൂപത്തിലുള്ള അനുഭവങ്ങളാണ് സാബിറയ്ക്ക് നമ്മോട് പറയാനുള്ളത്. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതിൻ്റെ പേരിൽ കലാകായിക വാസനകളൊന്നും അനുഭവിക്കാൻ സാധിക്കാത്ത, കഴിവുണ്ടായിട്ടും ആ മേഖലകളിൽ തിളങ്ങാൻ സാധിക്കാത്ത ഒരുപാട് ആൾക്കാർക്ക് നന്നായി മനസ്സിൽ ഇത് കൊള്ളും. ഞാൻ നന്നായി ഓടുന്ന ആളായിരുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ചുരിദാറും ഒക്കെ ഇട്ട് വന്നു. ഇവിടെ വന്നിട്ട് ഓട്ടമത്സരം, തലയിലൊക്കെ വലിയ മുട്ടാക്കും ഒക്കെ ഇട്ടുകൊണ്ട് അത് തന്നെ ഉണ്ടാകും കിലോ കണക്കിന് വെയിറ്റ്. എന്നിട്ടും 600 മീറ്റർ ഓടി. എനിക്ക് ഓട്ടമായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം. ട്രോഫിയുമായിട്ട് വീട്ടിൽ വരുമ്പോഴാണ് എൻ്റെ ഇത്തമാരൊക്കെ ട്രോഫികൾ കാണുന്നത്, ഇതെന്തിന് കിട്ടിയതാണ് എന്ന്. എന്നാൽ പോലും ഞങ്ങളുടെ വീട്ടിൽ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിനൊന്നും വിടില്ല. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ആരോ വെട്ടിക്കൊള്ളുന്ന പ്രതീതിയായിരുന്നു ഞങ്ങളുടെ. പോവണ്ട. അങ്ങനെ സ്കൂളിൽ കലോത്സവം, നമ്മുടെ കാലത്ത് സേവനവാരം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, സ്കൂളൊക്കെ വൃത്തിയാക്കുക, അതിനൊന്നും ഞങ്ങൾക്ക് പോകാൻ അവസരമുണ്ടായിരുന്നേയില്ല. കലാകായിക രംഗത്തൊന്നും ഞങ്ങൾക്ക് തിളങ്ങാൻ സാധിച്ചിട്ടേയില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഒപ്പന പാടില്ല. ഞാൻ പിന്നെ ഇവിടെ നിന്നൊക്കെ ഒളിച്ചു പോയി ഒപ്പന കളിക്കുമായിരുന്നു. ഒപ്പനയ്ക്കൊക്കെ മണവാട്ടിയായിട്ടുണ്ട്. അതിന് ജില്ലയിലേക്കൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒപ്പന പാടില്ല, പാട്ട് പാടാൻ പാടില്ല. എൻ്റെ മക്കളെ കൊണ്ടൊന്നും ഞാനൊരു മൂളിപ്പാട്ട് പോലും പാടരുതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കലാകായിക വാസനകളിലും അയിത്തം കൽപ്പിക്കുന്ന ഒരു മതമായിരുന്നു നമ്മുടെ മതം. അപ്പോൾ പെൺകുട്ടികൾക്ക് ഇന്ന് തന്നെ വാൾപ്പയറ്റിൽ വരെ നമ്മുടെ പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ ഈ മലപ്പുറം കോഴിക്കോട് മണ്ണിൽ നിന്ന് വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പർദ ഡാൻസ് ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ കലാവാസനകൾ എങ്ങനെയെങ്കിലും ഒന്ന് മറ്റുള്ളവരെ കാണിക്കണ്ടേ, അങ്ങനെയാണ് ഒരു പർദ ഡാൻസ്. ഇതുമൊക്കെ ഇട്ടുകൊണ്ട് കിടന്ന് തുള്ളുക. പെൺകുട്ടികൾ തലമുടിയൊക്കെ ചീകി ഒതുക്കി കണ്ണെഴുതി, അങ്ങനെ എന്ത് രസമുണ്ടാകും. പക്ഷെ ഇന്ന് ഒരു കറുത്ത ചാക്കിനുള്ളകത്ത് ഇറക്കി നിർത്തുമ്പോൾ ഒരു 10-11 വയസ്സായ കുട്ടികൾ 2 പെറ്റ പെണ്ണുങ്ങളെ പോലെ ഉണ്ടാകും. പ്രായം ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം ഇവരുടെ രീതികൾ, പെണ്ണിനെ കണ്ടാൽ ഉടനെ ഇവർക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊട്ടും. അതുകൊണ്ട് ഇവരെല്ലാവരെയും ആ രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ സാബിറ പൊതുവെ ഗൾഫുകാരൻ്റെ മകളായിരുന്നു. അന്നത്തെ കാലത്ത് പേർഷ്യക്കാരൻ്റെ മോളെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗമ തന്നെയാണ്. അപ്പോൾ ധാരാളം വസ്ത്രങ്ങളൊക്കെ അയച്ചു കൊടുക്കും ഉപ്പ. അത് അണിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നടക്കാൻ കൊതിച്ചപ്പോൾ, എല്ലാവരിൽ നിന്നും അരുത് എന്ന് കേട്ടപ്പോൾ ഉമ്മയുടെ വാപ്പ മാത്രം, അന്നത്തെ കാലഘട്ടത്തിൽ പ്രോഗ്രസ് ആയിട്ടുള്ളൊരു ചിന്ത. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസീവായ ചിന്തകൾ ഇവരെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്തു. അത് ഉള്ളിൽ കിടന്ന് വളർന്നു. കാരണം ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നെങ്കിലും എനിക്ക് ഒരു പ്രചോദനം ലഭിക്കുന്നുണ്ടല്ലോ, അതിലവർ സന്തോഷം കണ്ടെത്തി. അങ്ങനെ ആ വേഷമൊക്കെ അവർ അണിയാൻ തുടങ്ങി.
പിന്നീട് മദ്രസ. അപ്പോൾ ഇവർ വലിയ മദ്രസ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം നമുക്കും ഇറിറ്റേറ്റ് തന്നെയാണ്. കാരണം വല്ലാത്തൊരു ഇറിറ്റേഷൻ തന്നെയാണ്. മദ്രസ, അയ്യോ മുട്ടാക്കുമൊക്കെ ഇട്ടിട്ട് ഇവന്മാരുടെ മുമ്പിൽ പോയി നിന്ന് ഇങ്ങനെ. എന്നെ പഠിപ്പിക്കുന്ന ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദേ തുപ്പൽ തെറിക്കുന്നു, ഫ്രണ്ടിൽ ബെഞ്ചിലായിരിക്കുക ഏറ്റവും ആദ്യം. അങ്ങനെ കട്ടക്കണക്കിന് തുപ്പലുകൾ ഇങ്ങനെ വന്ന് തെറിക്കും. നമ്മളിങ്ങനെ തുടച്ച് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു അധ്യാപകൻ ഒരു കർച്ചീഫ് ക്ലാസ്സിൽ വെച്ചിട്ട് മറന്നു. അപ്പോൾ ഒരു ചൂരലെടുത്തിട്ട് ഞാനിങ്ങനെ ചുമ്മാ കളിക്കാൻ ഞാനത് ചെയ്തത്. ഈ കർച്ചീഫ് ഇങ്ങനെ തൂക്കി ഇങ്ങനെ പൊക്കി എടുത്തിട്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി. ഇതാരുടേതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉടമ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ആരും മിണ്ടിയില്ല. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ചു വന്നു. അടുത്ത ദിവസം ഈ സർ ക്ലാസ്സിൽ വന്നിട്ട് ഒരു കാരണവുമില്ലാതെ എനിക്ക് 4 എണ്ണം തന്നു. അപ്പോൾ ഞാനത് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കർച്ചീഫ് ഞാൻ കൈകൊണ്ട് തൊടാതെ വടി കൊണ്ട് എടുത്തുകൊണ്ട് വന്നുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ അടിച്ചത്. വല്ലാത്തൊരു അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഈ മദ്രസ, അറബി കോളേജ് എന്നൊക്കെ പറയുമ്പോൾ. ഒരു തരത്തിലും ഒരു ഫ്രീഡം ഇല്ലാത്ത. പിന്നെ സാബിറ ഒരു വലിയ ഫാമിലിയിലെ, സമ്പന്ന ഫാമിലിയിലെ മെമ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടില്ലേ അവരുടെ ആ ചിന്ത, അവരുടെ ഉമ്മയുടെ വാപ്പ തെളിച്ചു കൊടുത്ത ഒരു ചിന്ത. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് നമ്മൾ കുനിഞ്ഞാലെന്താ, നിന്നാലെന്താ, നമ്മൾ കുത്തിയിരുന്നാലെന്താ, ചമ്രം പടിഞ്ഞിരുന്നാലെന്താ, പടച്ചവൻ എന്തിനാണ് അത് നോക്കുന്നത്? കാരണം പടച്ചവൻ സ്വയം വല്ലാത്ത സമ്പന്നനാണ്, പ്രതിഭാശാലിയാണ്, സൽഗുണ സമ്പന്നനാണ്, പ്രതാപിയാണ്. എല്ലാത്തിൻ്റെയും അവസാന വാക്കാണ് പടച്ചവൻ. പിന്നെ എന്തിനാണ് പടച്ചവന് സാധാരണ മനുഷ്യന്റെ സ്തുതികളും പ്രകീർത്തനങ്ങളും ഒക്കെ എന്നുള്ള ചിന്ത ഗുഡ് ചിന്തയാണ്. അതിന് വല്ലാത്തൊരു സല്യൂട്ട് തരുന്നു. അപ്പോൾ പിന്നീട് എഴുതാൻ വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നു. ഇന്നും നമ്മൾ പലപ്പോഴും എനിക്ക് വേണ്ടി ഇത്തരം അനുഭവങ്ങളൊക്കെ, പ്രണയം, മഴ, കാറ്റ്, ഇരുട്ട്, ഇതിനെക്കുറിച്ചൊക്കെ എഴുതാറുണ്ട്. ഓരോ സമയത്ത് ഇങ്ങനെ വാക്കുകൾ ഒഴുകി വരും, അങ്ങ് എഴുതും. പലരും ചോദിക്കും, നിങ്ങളുടെ അനുഭവമാണോ? നമ്മുടെ അനുഭവം തന്നെ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കാര്യം നടക്കുമോ? കള്ളു കുടിച്ചാലേ കള്ളുകൂടിയെക്കുറിച്ച് എഴുതാൻ ഉണ്ടോ? അപ്പോൾ എല്ലാം നമ്മളിലേക്ക് ഇങ്ങനെ ചേർത്തു. കാരണം എഴുത്ത് സ്ത്രീകളാണ് എഴുതുന്നതെങ്കിൽ, മതം വിട്ട മുസ്ലിം സ്ത്രീകളാണെങ്കിൽ പറയാൻ വേണ്ട. അങ്ങനെ അത്തരം ഒരു അനുഭവമായിരുന്നു സാബിറയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാണ് സാബിറ പറയുന്നത്. എഴുതാൻ വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നു, തമാശ കാണാനും കേൾക്കാനും പറയാനും ഒക്കെ ചെറുപ്പത്തിലെ തന്നെ വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിലെ എല്ലാ ഭാഗത്തു നിന്നും അരുത് ചെയ്യരുത് എന്നുള്ള രൂപത്തിലായിരുന്നു അത്രേ കേട്ടിരുന്നത്. അപ്പോൾ സാബിറയുടെ കോഴിക്കോട് ഭാഷ ആയതുകൊണ്ടാണ് ഞാനൊന്നും കൂടി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത്. അങ്ങനെ പെൺകുട്ടികളോട് ദേഷ്യവും ആൺകുട്ടികളോട് മാത്രം കൂടുതൽ ഒരു ഇഷ്ടവും തോന്നുന്ന ഒരു രീതി അന്നത്തെ ഉസ്താദന്മാർക്കുണ്ട്, ഇന്നത്തെ ഉസ്താദന്മാർക്കുമുണ്ട്. അങ്ങനെ പലരും ഇങ്ങനെ വീട്ടിൽ പോയി പറയുമ്പോഴത്തേക്കിനും ഒരു റെസ്പോൺസും ഇല്ല. കാരണം ഉസ്താദ് തൊടുന്ന സ്ഥലം, അടിക്കുന്ന സ്ഥലം ഒക്കെ സ്വർഗ്ഗത്തിലാണ്. അപ്പോൾ പിന്നെ എല്ലായിടും സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ പിന്നെ ഉസ്താദ് നമ്മളെ മുഴുനീള തൊടണ്ടേ. അങ്ങനെ ഉസ്താദന്മാരൊന്നും ഉള്ളിയാലും അടിച്ചാലും ഒന്നും പറയുന്ന ഒരു കാഴ്ചപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടുകാരൊന്നും ചോദ്യം ചെയ്യുന്ന രീതിയും ഉണ്ടായിരുന്നില്ല. പിന്നെ റെയറായിട്ട് മാത്രം എൻ്റെ വാപ്പയ്ക്കാണെങ്കിൽ പോയി ഉസ്താദിനെ ഏറിൽ നിർത്തും. അങ്ങനെ ഒരു കുട്ടി ബുദ്ധിമുട്ടുകയും അങ്ങനെ അവൻ ചെന്ന് അവൻ്റെ ആൺകുട്ടികളായ കൂട്ടുകാരോട് പറയും, അവർ പരിഹസിച്ച്, നീ ഉസ്താദിൻ്റെ ഭാര്യയല്ലേടാ എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി അന്ന് കണ്ടത്രേ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഉസ്താദിനോട് ചോദിക്കാൻ തീരുമാനിച്ചു. സാബിറ തന്നെയായിരുന്നു ലീഡർ എന്ന് പറയുന്നു. സാബിറയും ഇയാളും എല്ലാം കൂടി, ഈ അബ്യൂസ്മെൻ്റ് നേരിട്ട കുട്ടിയും എല്ലാം കൂടി ചോദിക്കാൻ പോകുന്നു. പൊക്കമില്ലാത്തത് കൊണ്ട് ഡെസ്കിൻ്റെ പുറത്ത് കയറി ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നു. ഇവരുടെ മദ്രസ എല്ലാം ഇവരുടെ അണ്ടറിലായതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങളൊന്നും അതിനുണ്ടായില്ല. കാരണം ഇനിയിപ്പോൾ കാരണവന്മാരെയൊക്കെ വിളിച്ചിട്ട് ചർച്ച ചെയ്താൽ ഉസ്താദ് ചെയ്തതെല്ലാം പുറത്താകുമല്ലോ. അപ്പോൾ ഒരു പരിധിവരേക്കും അത് പൊതിഞ്ഞു വെക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന കുട്ടികളോട് വരെ വീട്ടുകാർക്കും ദേഷ്യമാണ്, നാട്ടുകാർക്കും ദേഷ്യമാണ്, ഉസ്താദിന് സർവോപരി ദേഷ്യമാണ്. അപ്പോൾ തന്നെ സാബിറയ്ക്ക് തോന്നി തുടങ്ങി, അത്ര ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ലഭിക്കുന്നില്ല, എല്ലായിടത്തും ഒരുമാതിരി അകൽച്ച രൂപത്തിൽ സംസാരിക്കുന്നു. ഇവരൊന്നും എൻ്റെ ആരുമല്ലേ? ഇതേ ചിന്തകളിലൂടെ കടന്നു പോയ ഒരുപാട് പേരുണ്ടാകും. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എൻ്റെ ആരുമല്ലേ എന്നൊക്കെ ഒരു ഭ്രാന്തമായ ചിന്താഗതികൾ വരാറുണ്ട്. അപ്പോൾ എങ്ങും കാലിൻ്റെ മുകളിൽ കാലിടാൻ പാടില്ല, ഉറക്കം സംസാരിക്കാൻ പാടില്ല, ഒന്ന് ചിരിക്കാൻ പാടില്ല, ഉമ്മറത്തേക്ക് വരാൻ പാടില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം കറി മാത്രം നമുക്ക്, കഷ്ണങ്ങളൊക്കെ ആൺകുട്ടികൾക്ക്, ഒന്നും ചോദിക്കാൻ പാടില്ല, തരുന്നത് തിന്നോണം, മിണ്ടാതെ കിടന്നോണം. അങ്ങനെ ഇരുന്നു. അപ്പോൾ 7ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുള്ള ആളാണ് സാബിറ. അങ്ങനെയാണ് സാബിറയ്ക്കുണ്ടായ അനുഭവം സാബിറ തുറന്ന് പറഞ്ഞത്. ഇത്തരത്തിൽ അനുഭവങ്ങളുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാകും. പിന്നെയുള്ള രസകരമായ ഒരു വസ്തുത എന്ന് പറയുമ്പോൾ, ഈ മദ്രസയിൽ നിന്ന് ഏതെങ്കിലും കുട്ടിയെ കയറി പിടിച്ചതിനോ പീഡിപ്പിച്ചതിനോ ഇവിടെ നിന്ന് പുറത്താക്കുന്ന ഉസ്താദ് അടുത്ത ജില്ലയിലെ വേറെ ഏതെങ്കിലും ഒരു മദ്രസയിൽ പോകും.
വേറൊരു കുട്ടിയെ പീഡിപ്പിക്കും. സദർ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ എന്നൊക്കെ പറയില്ല, മെയിൻ ചാർജുള്ള ഒരു ഉസ്താദ്. അയാൾ വീണ്ടും പുറത്താക്കും. ആ നാട്ടുകാരൊന്നും കൈവയ്ക്കാതിരുന്നാൽ അടുത്ത കുട്ടിയായിരിക്കും ഇയാളുടെ ലക്ഷ്യം. അതാണ് ഇവരുടെ പ്രത്യേകതകൾ. സാബിറയോട് അടുത്തതായി ചോദിക്കാനുള്ളത് മതവിശ്വാസ പ്രത്യേകതകൾ. സാബിറയോട് അടുത്തതായി ചോദിക്കാനുള്ളത് മതവിശ്വാസത്തിലൂടെയാണ് താങ്കൾ യുക്തിവാദത്തിലേക്ക് നടന്നെടുത്തത്. ഒരു മതവിശ്വാസത്തിലൂടെ യുക്തിവാദത്തിലേക്ക് നടന്നെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ആദ്യം വേണ്ടത് മെന്റൽ പവറാണ്, പിന്നെ വേണ്ടത് അന്വേഷണത്വരയാണ്, പിന്നെ ഉള്ളത് അത് കണ്ടെത്തി കഴിഞ്ഞാൽ നിർഭയത്വത്തോടുകൂടി ആർക്കു മുന്നിലും അത് തുറന്നു പറയാനുള്ള ആർജവമാണ്. ഇത് മൂന്ന് ഒരു വ്യക്തിയിൽ ഒന്നിച്ചുണ്ടെങ്കിലേ അവനൊരു മതത്തിൽ നിന്നുള്ള മനുഷ്യനായി മാറാൻ സാധിക്കും. അതല്ലാതെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഭീരുവായി ജീവിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലുണ്ട്. ചോദിക്കാനുള്ളത് മതജീവിതത്തിൽ നിന്ന് മതരഹിത ജീവിതത്തിലേക്കുള്ള പ്രയാണം ഒന്ന് പറയാമോ? മതവിശ്വാസവും യുക്തിവാദം എന്ന് പറഞ്ഞാൽ, യുക്തിവാദത്തിൽ പണ്ട് യുക്തിവാദികളിൽ ഞാൻ കണ്ടത്, യുക്തിവാദിയിൽ ചില ആൾക്കാർ എന്ത് വിദ്യാഭ്യാസത്തിലൊന്നും ഒരു വിവരവും എനിക്ക് മനസ്സിലായിരുന്നു. എന്നോട് എൻ്റെ വീട്ടുകാർ പറയുമായിരുന്നു, നീ എന്തിനാണ്, നിനക്കെന്തോ പഠിപ്പുണ്ടോ, പഠിപ്പുള്ള ആൾക്കാരല്ലേ, അതിലൊന്നും ഒരു ഇതുമില്ല. ശാസ്ത്ര വിവരമല്ല വേണ്ടേ, ശാസ്ത്രബോധമാണ് വേണ്ടി. പിന്നെ വായന ചിന്തകൾ, അറിവുകൾ അല്ലാണ്. വിദ്യാഭ്യാസം ഇതുമായിട്ടൊരു ബന്ധമില്ലാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ രണ്ടും തരണ്ട്. അതാണ് ചിലരിങ്ങനെ ബൈഹാർട്ടാക്കിയിട്ട് വലിയ എഞ്ചിനീയറായി ഡോക്ടറാക്കി കുറേ പഠിച്ച് വലിയ സ്ഥലത്ത് പോയി കുറേ സാലറി വാങ്ങി അവരെ കുടുംബം അടിച്ചു പൊളിയുക, ജീവിക്കുക, അങ്ങനത്തെ വിദ്യാഭ്യാസമുണ്ട്. പഠിച്ച് ചിന്തിച്ച് എല്ലാം മനസ്സിലാക്കി നമ്മളെ രവിചന്ദ്രൻ മാഷയൊക്കെ മാതിരി അങ്ങനെയുള്ള ആൾക്കാർ, ഡോക്ടർ വൈശാഖൻ തമ്പി, അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരൊന്നും നമ്മളെ നാട്ടിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എല്ലാവർക്കും അവനാൻ്റെ കാര്യം, ലോകത്തിനെ പറ്റിയോ നാട്ടുകാരെ പറ്റിയോ ചിന്തിക്കുന്നതില്ല. എല്ലാം അവനാൻ്റെ കാര്യം. യുക്തിവാദത്തിൽ ഞാൻ വന്നിട്ട് യുക്തിവാദികൾ ആൾക്കാരെ കൊണ്ടൊന്നും എനിക്ക് വലിയൊരു അറിവൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ഗ്രൂപ്പിൽ. പക്ഷേ ഞാൻ ഈ ചിന്തകളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ പറഞ്ഞതാണ് ഇങ്ങനെ യൂട്യൂബ് ജബ്ബാർ മാഷത് ആർസിൻ്റെത് എല്ലാവരും ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ലിങ്ക് കേൾക്കാൻ തുടങ്ങി 2015 മുതലേ. അപ്പം പിന്നെ എനിക്ക് ഒരുപാട് ഈ ജബ്ബാർ മാഷതും ആർസിൻ്റെതും ഒരുപാട് ധൈര്യവും പ്രചോദനവും നൽകി. പിന്നെ എൻ്റെ വീട്ടിലെല്ലാവരും പറയും എനിക്ക് വട്ടാണ്. എനിക്കും തോന്നിയിരുന്നു എനിക്ക് വട്ടാണ്. പക്ഷെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരിതൊക്കെ കേട്ടപ്പം കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എനിക്കും എന്നെപ്പോലെ വട്ടുള്ള ആൾക്കാർ ലോകത്തുണ്ട്. പിന്നെ ഐസ്ലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തിനെ പറ്റി ഞാൻ കേട്ട്. അപ്പോൾ ആ രാജ്യത്തിലുള്ള ആൾക്കാർക്കും അങ്ങനെയാണെങ്കിൽ മൊത്തം വട്ടാണ്. അവിടെ മതവിശ്വാസികളെ ഭ്രാന്താസ്പത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാന്ന് കേട്ടു. അപ്പം എനിക്ക് ഭ്രാന്തല്ലാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, വിവാഹ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട്. അപ്പം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചപ്പം ആ ഡോക്ടർ പറഞ്ഞു, നിനക്കൊരു കുഴപ്പമില്ല, നീ വിവരമില്ലാത്ത ആൾക്കാരെ കൂടുതൽ ജീവിക്കുന്നതിനെ കൊണ്ട് ഉള്ള പ്രശ്നമാണ്. അപ്പം എനിക്കൊരുപാട് പ്രചോദനം ഉണ്ടായി. പിന്നെ സാന്ദ്രലോകം എന്ന് പറഞ്ഞ പരിപാടിക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കോഴിക്കോട് ലിറ്റ്മസിൻ്റെ പരിപാടി കണ്ടപ്പോഴും എനിക്കൊരുപാട് ഇത്രയൊക്കെ എന്നെപ്പോലത്തെ ഭ്രാന്തന്മാരുണ്ടല്ലോ, അപ്പം ഭയങ്കര സന്തോഷമായി. പിന്നെ വിശ്വാസികൾ പാടില്ല. യുക്തിവാദികളിൽ അങ്ങനെ വ്യക്തികളോടുള്ളൊരിതൊന്നുമില്ല. വ്യക്തിപരമായിട്ടുള്ള പ്രൈവസി ആയിട്ടുള്ള ഉപദേശങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത് പ്രായപൂർത്തിയായാൽ അവനവൻ്റെ ഇഷ്ടം എന്നുള്ളതിലാണ്. പക്ഷേ അത് തരം കിട്ടി മനസ്സിലാക്കിയിട്ട് അതിൽ വന്ന് തെമ്മാടിത്തരം ചെയ്യാൻ വലിഞ്ഞു കയറി വരുന്ന ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. യുക്തിവാദികൾ ഒരിക്കലും അതിന് ഉത്തരവാദിയല്ല. അത് വെച്ചിട്ട് ആളെ മുതലെടുക്കാനും പൈസ പറ്റിക്കാനും ഞാൻ കുറേ ഈ വ്യക്തിപരമായിട്ട് ആരെ ആക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
അതിൽ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളുണ്ട്. ഞാൻ ജാമിദ ടീച്ചറോട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറുമുണ്ട്. പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അത് മതവിശ്വാസികൾ ഈ എല്ലാ വൃത്തികളും ചെയ്തിട്ട് അള്ളാഹിനോട് പൊറുക്കപ്പെട്ടാൽ അള്ളാഹ് ആ രഹസ്യം ആരോടും പറയില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ ആ മതവിശ്വാസികൾ ചെയ്യുമ്പോഴും പക്ഷെ അതിൽ നമ്മൾ തട്ടോ ഇതൊക്കെ ഇടണമല്ലോ. ഇത് ഫാഷനബിളായിട്ട് മേക്കപ്പ് ചെയ്യാം, എല്ലാം ഒക്കെ ചെയ്ത് ഫാഷനായിട്ട് നടക്കാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൽ വലിഞ്ഞു കയറിയിട്ട് യുക്തിവാദി എന്നുള്ള ലേബിളിൽ ചെയ്തതിന് ഒരിക്കലും യുക്തിവാദികൾ ഉത്തരവാദിയല്ല. അങ്ങനെ കുറേ ആൺകുട്ടികളെക്കാട്ടി ഞാൻ കണ്ടിട്ടുണ്ട് പെൺകുട്ടികളെ. പക്ഷെ അതിവിടെ എന്തിനാ പരസ്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരും എഴുതും എന്നൊക്കെ അറിയുമ്പോൾ അത് ദുരുപയോഗം ചെയ്യുക. അവരുടെ കഴിവ് അവർ ദുരുപയോഗം ചെയ്യുന്നത്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊരിക്കലും യുക്തിവാദികൾ ഉത്തരവാദിയല്ല. അതെ, വളരെ ശരിയാണ് പറഞ്ഞത്. കാരണം മതവിശ്വാസത്തിൽ നിന്നും യുക്തിവാദത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ അധ്വാനമാണ്. ശാസ്ത്ര വിവരത്തിലുപരി ശാസ്ത്രബോധമാണ് ഒരു വ്യക്തിയിൽ ഉടലെടുക്കേണ്ടത്. എന്നാലാണ് അവൻ ഓരോന്നിനും അന്വേഷണ, നിരീക്ഷണ, പരീക്ഷണങ്ങൾക്കൊടുവിൽ അതിനെ കണ്ടെത്താൻ സാധിക്കും. വിദ്യാഭ്യാസമുള്ള എത്രയോ ചെറുപ്പക്കാർ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പോയി പൊട്ടിത്തെറിച്ചത് നമ്മൾ കണ്ടില്ലേ? എത്രയോ ചെറുപ്പക്കാർ ഇന്നും 6 വയസ്സുള്ള കുഞ്ഞും 53 വയസ്സുകാരൻ്റെ വിവാഹവും നബിയുടെ കൊള്ളയടിയും യുദ്ധവും പെണ്ണുങ്ങളുമായിട്ടുള്ള വേഴ്ചകളും ഇന്നും ന്യായീകരിക്കുന്നത് കണ്ടിട്ടില്ലേ? അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവല്ല, വിവരത്തിൻ്റെ കുറവാണുള്ളത്. വിദ്യാഭ്യാസമുള്ള എല്ലാ ആൾക്കാർക്കും വിവരമുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വിവരമുള്ളവരെല്ലാം വിദ്യാസമ്പന്നരാണ് എന്നും പറയാൻ നമുക്ക് കഴിയില്ല. രണ്ടും 2 സൈസിലുള്ള വേവ് ലെങ്താണ്. അത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. അപ്പോൾ അവർക്ക് അത്രയും വിദ്യാഭ്യാസം ഉണ്ടല്ലോ, വിവരമുണ്ടല്ലോ, അതുകൊണ്ട് അവർ പറയുന്നത് ശരി. ഇപ്പം സാക്കിർ നായിക് ഡോക്ടറാ, എന്താ പറഞ്ഞിട്ട് കാര്യം? അദ്ദേഹം ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ഒരുപാട് തലകൾ ഉണ്ടാകുന്നത്? തല എണ്ണി എന്തോ സംഭാവന കൊടുക്കുന്ന ഒരു രീതി പോലെ എത്രയോ ആൾക്കാരെ അയാൾ IS റിക്രൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു നിന്നു. ഇന്നും കോടിക്കണക്കിന് മില്യൺ കണക്കിന് പണം കണ്ടെത്താതെ കിടക്കുന്നു. പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മലേഷ്യയിൽ പോയി അഭയം പ്രാപിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നാൽ അദ്ദേഹത്തിന് ഇത്രയധികം സമ്പത്തുണ്ടാക്കാൻ കഴിയില്ല. MM അക്ബർ കേവലം ഒരു മതപണ്ഡിതനായിരുന്നാൽ അദ്ദേഹത്തിന് ഇത്രയധികം സമ്പത്തുണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരൊക്കെ എന്താണ് ഈ ചെയ്യുന്നത്? മതപണ്ഡിതൻ എന്ന വ്യാജേന സ്കൂളുകൾ ഉണ്ടാക്കി, ആൾക്കാരെ മതപരിവർത്തനം നടത്തി, അങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കി, പിന്നെ IS ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു, മതം മാറ്റി കൊണ്ടുവന്നു, അതുവഴി ഗൾഫിൽ നിന്നുള്ള ഫണ്ടുകൾ വന്നു. അങ്ങനെയാണ് ഇവരൊക്കെ ഇത്രയധികം പണമുണ്ടാക്കിയത്. അപ്പോൾ വിദ്യാഭ്യാസമുള്ളവരൊന്നും എല്ലാം പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഒരു പക്ഷെ ഇവർക്ക് മനസ്സിലാകായിട്ടല്ല, പണമുണ്ടാക്കാനുള്ള മാർഗമായിട്ടായിരിക്കണം ഇവരിതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നത്. അന്ന് ചില ആൾക്കാർ സ്കൂളിലത്തെ പഠനങ്ങളായിരുന്നാലും നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യും. PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചു പോയി പരീക്ഷ എഴുതും. അവർ ഡോക്ടറായി, എഞ്ചിനീയറായി, അങ്ങനെ എന്തെങ്കിലും മേഖലയിലായി അവരവരുടെ കുടുംബം, മക്കൾ, അവര് അങ്ങനെയായി ചുറ്റുവട്ടത്തിന് സെൽഫിഷായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. പക്ഷെ ഒരിക്കലും അവർ ഒരു നന്മ, ഇപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു കുപ്പിച്ചില്ല് കണ്ടാൽ നമ്മളത് കണ്ടു, നമ്മളതിനെ ചവിട്ടാതെ സൂക്ഷിച്ച് നടന്നു പോകും. പക്ഷേ നമ്മളിൽ ഒരു മാനുഷികത അടങ്ങിയിട്ടുണ്ടെങ്കിൽ, സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ചില്ലെടുത്ത് ഭദ്രമായി ആരും ചവിട്ടാത്ത ഭാഗത്തേക്ക് മാറ്റിയിടും. ഇനി വരുന്നവർക്കത് കൊള്ളുമെന്ന് നമുക്കറിയാം. എന്നാൽ അധികം ആൾക്കാരും പഠിച്ച് മനസ്സിലാക്കി അവരവരുടെ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകുകയല്ലാതെ അവർ ആർക്കും ഒരു വഴിയും വെട്ടിക്കൊടുക്കുന്നില്ല. അങ്ങനെ മുൻകഴിഞ്ഞ നേതാക്കളൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മളിന്നും ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ ജീവിക്കേണ്ടി വന്നേനെ. ഒരിക്കലും നമ്മൾ സ്വതന്ത്രരാകുമായിരുന്നില്ല. അപ്പോൾ പല ആൾക്കാരും പഠിച്ച് അവർക്ക് വേണ്ടി മാത്രം, അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ഒരു ജോലിയും ഒക്കെയായി ജീവിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അവർക്കൊരിക്കലും നാട്ടുകാർ, സഹോദരങ്ങൾ, അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റാൾക്കാർ, അമുസ്ലിങ്ങൾ, ഇവരൊക്കെയും ആസ്വദിക്കേണ്ടതുണ്ട്. ഇവർക്കൊക്കെയും പലതും മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല.
അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വഴി വെട്ടിക്കൊടുക്കാനും ചിന്തിക്കാനും ധൈര്യം നൽകിയ രണ്ട് വ്യക്തിത്വങ്ങളാണ് ജബ്ബാർ മാഷും ആർ രവിചന്ദ്രനും. ഒരു സംശയവുമില്ല അതിൽ. കാരണം അവരുടെ ചിന്തകളിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ കടന്നു പോകുകയും ഒടുവിൽ അവരൊക്കെ മതരഹിതരായി മനുഷ്യനായി ജീവിക്കുകയും ചെയ്ത സാഹചര്യം ഇന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ചിന്തിക്കാൻ ധൈര്യവും മാറാൻ പ്രചോദനവും നൽകിയ രണ്ട് വ്യക്തിത്വങ്ങളാണ് അവർ. അവരെയും നമുക്ക് നന്ദി പറയാം, സ്നേഹം കൊടുക്കാം, അതല്ലാതെ മറ്റൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ചിന്തകൾ ഒരു പക്ഷേ വട്ട് എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. എന്നാൽ ശരിക്കും ഇത്തരം ഭ്രാന്തമായ ചിന്താഗതി എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ശരിക്കും നമുക്ക് സന്തോഷമാകുന്നത്. ഞാനൊരു വിറകുകൊള്ളിയാണ് എന്നതിൽ ഞാൻ അഭിമാനിച്ച നിമിഷമായിരുന്നു ലിറ്റ്മസിൻ്റെ നിമിഷങ്ങൾ. കാരണം അവിടെ കൂടിയിരുന്ന ഒരുപാട് ആയിരക്കണക്കിന് വിറകുകൊള്ളികൾ സമാധാനമായി. ഞാൻ മാത്രമല്ലല്ലോ അവിടെ കിടന്ന് ഈ കത്തിയെരിയേണ്ടി വരുന്ന, എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടല്ലോ എന്നോർത്തപ്പോൾ ഒരു സന്തോഷം. നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ ഉടനെ അപ്പുറത്തെ വീട്ടിൽ നോക്കും, അപ്പുറത്തെ വീട്ടിലും ഇല്ല, ഒരു സമാധാനം ഉണ്ടല്ലോ. അതുപോലെ ഞാൻ ഒറ്റയ്ക്കല്ല എന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ടായി എന്നത് വളരെ സത്യമാണ്. അപ്പോൾ ഈ സാബിറ ചിന്തിച്ചത് ഐസ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ ഒരുപാട് വട്ടന്മാരുണ്ട്, മതരഹിതരായിട്ടുള്ള ശരിക്കും അവിടെയൊക്കെ മതവിശ്വാസികളെയാണ് ഇന്ന് ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കുന്നത്. മതശാലകൾ, അതായത് മത ആരാധനാലയങ്ങളാണ് ഇന്ന് ലേലത്തിലിട്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോഴേക്കാണ് ഇവർക്ക് അങ്ങനത്തെ ചിന്തകൾ ഉരുത്തിരിഞ്ഞത്. ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധമുണ്ടായത് എന്നാണ് അവർ പറയുന്നത്. പിന്നെ മാരേജ് സംബന്ധമായിട്ട് ചെറിയ പ്രായത്തിലുള്ള ശൈശവ വിവാഹമായിരുന്നു. ചെറിയ പ്രായത്തിലുണ്ടായ ഒരുപാട് പ്രയാസങ്ങൾ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാകും. ചട്ടിയും കലോമം തട്ടിമുട്ടി നിൽക്കും. അതിൻ്റെ കുറിച്ചേക്കാണ് നമ്മൾ പോകണ്ട. ഒരുപാട് പേർക്ക് ഡിപ്രഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഞാനും അങ്ങനത്തെ ഒരുപാട് മാനസിക വിഷമങ്ങളുടെ സ്റ്റേജസിലൂടെ കടന്നു വന്ന ആളാണ്. അപ്പോൾ വിവാഹ ജീവിതം ഏതാണ്ട് 90% ആൾക്കാർക്കും ഫെയിലോറാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല നമ്മുടെ പാർട്ട്ണർ ചിന്തിക്കുന്നത്. അപ്പോൾ അവരെല്ലാത്തിലും സെക്സ് മാത്രം കാണുന്ന ആൾക്കാരുണ്ടാകും. പെണ്ണൊരാളോട് സംസാരിച്ചാൽ, പെണ്ണൊരാൾക്ക് മെസ്സേജ് അയച്ചാൽ, പെണ്ണൊന്ന് പുറത്തിറങ്ങിയാൽ, പെണ്ണൊന്ന് പാട്ടുപാടിയാൽ, എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുന്നവരുണ്ടാകും. അത് ഒരുതരം രോഗമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എല്ലായിടത്തും അരുതായ്മകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊന്ന് അതിനെയൊന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നും. എൻ്റെ വാപ്പച്ചി ചെറുപ്രായത്തിൽ സൂര്യഗ്രഹണം വന്നപ്പോൾ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും മുറിക്കകത്തിട്ട് അടച്ചു. ആരും ഒന്ന് വെളിയിലിറങ്ങണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഒരു സഹോദരനുണ്ട്, എന്ത് ചെയ്യണ്ടെന്ന് പറയുന്നു അത് ചെയ്യാനൊരു ടെൻഡൻസി അവനിൽ അന്തർലീനമാണ്. അവൻ ബാക്കിലുള്ള വാതിൽ തുറന്ന് അവൻ പുറകെ കൂടെ ഇങ്ങനെ നോക്കി നിന്നു. പാപ്പ കണ്ടു. അപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു അടിച്ച് ഞാൻ കാലടിച്ചൊടിച്ചു. അപ്പോൾ അരുത് 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 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്തു നോക്കാനൊരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടാകും. അപ്പോൾ ഈ അപ്പം എന്നെപ്പോലെ ഒരുപാട് ഭ്രാന്തന്മാർ പലയിടത്തും ഉണ്ട് എന്ന് കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ആ സന്തോഷം തോന്നിയതിൽ രണ്ട് സംഘടനാ പ്രവർത്തനമാണ് സാബിറ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് സ്വതന്ത്ര ലോകമാണ്, 2 ലിറ്റ്മസ് ആണ്. ലിറ്റ്മസും ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ യുക്തിവാദത്തിൻ്റെ ലേബലിൽ നിന്നുകൊണ്ട് യുക്തിരാഹിത്യത്തോടു കൂടി പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ യുക്തിവാദത്തിലേക്ക് വരുന്നത് തന്നെ പ്രത്യേകമായിട്ടുള്ള എന്തൊക്കെയോ മോട്ടീവ് വെച്ചിട്ടാണ്. അതൊക്കെ യുക്തിവാദത്തിൻ്റെ തലയിലാണ് വരുന്നത്. ഓരോരുത്തരും ചെയ്യുന്നത് മാത്രം അവനവൻ ഏറ്റെടുത്താൽ മതി. ഇപ്പം ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും ചെയ്യുന്നതൊന്നും ഒരാളും ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവെക്കില്ല. മറിച്ച് ഇസ്ലാമിലെ പ്രഭാഷകർ, ഇസ്ലാമിൻ്റെ നേതാക്കൾ, ഇസ്ലാമിലെ സംഘടനാ നേതൃത്വം അലങ്കരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ പറയുന്നതാണ് ഞാനൊക്കെ വിമർശിക്കാറുള്ളത്. അതല്ലാതെ കേവലം ഒരു മുസ്ലിം അത് ചെയ്തു എന്ന് പറഞ്ഞൊന്നും പറയാറില്ല. ഇന്നലെ എന്നെ ഫോണിൽ വിളിച്ച് ഒരു വ്യക്തി നന്നായി പുലഭ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. അതായത് അത് ഞാൻ ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നില്ല, പക്ഷേ ഇയാൾ പറയണത് ഞാൻ കെട്ടിവെക്കും. കാരണം ഇയാളൊരു അധ്യാപകനാണ്, ഇയാളൊരു ഉസ്താദാണ്. അതുകൊണ്ട് ഇവരൊക്കെയാണല്ലോ ഈ ഇസ്ലാം മതത്തെ മുമ്പോട്ട് നയിക്കുന്നത്. കേവലം ഒരു മുസ്ലിം അയാളാണിത് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. അപ്പം നമുക്കറിയാം പലിശ ഹറാമാണ്. നമ്മുടെ MM അക്ബറിൻ്റെ യൂട്യൂബ് ചാനലിലടക്കം പരസ്യമുണ്ട്. അവരൊക്കെ മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ പലിശയുടെ സമ്പത്ത് വാങ്ങി ഹറാമുകൾ തിന്ന് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ത് പറയും? ഇസ്ലാമിക പണ്ഡിതന്മാർക്കൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെയുള്ള ചാനലുകളിൽ പരസ്യങ്ങളുണ്ട്. അവരൊക്കെ അതുവഴി നന്നായിട്ട് പണം സമ്പാദിക്കുന്നുമുണ്ട്. അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയുമില്ല.
ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് യൂട്യൂബിലൂടെ പൈസ കിട്ടുന്നു, കാരണം ഇവരുടെ അമ്മാവന്റെ ആരോ ആണ്. അപ്പോൾ സാബിറായ്ക്ക് ഇത്രയും മാത്രമല്ല നമ്മളോട് പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പലരും കഴിഞ്ഞ ആഴ്ച റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഒരുപാട് ദീർഘിച്ചു പോകരുത്, സമയക്കുറവാണ് എന്നുള്ളത് കൊണ്ട് നമ്മളിത് കുറഞ്ഞ സമയത്തിൽ ഒതുക്കി. അപ്പോൾ സാബിറായ്ക്ക് ഇനിയും പറയാനുണ്ട്. എൻ്റെ മക്കൾ ഏത് നിലയിലാണ് എത്തിയിട്ടുള്ളത്, അതുപോലെ എൻ്റെ ഇന്നത്തെ യുക്തിചിന്ത എന്താണ്, എങ്ങനെയുള്ള യുക്തിചിന്തയാണ്, വിവാഹത്തെ ഞാൻ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലേ, ഇന്നത്തെ മതപ്രഭാഷകർ, അതുപോലെ താൻ അനുഭവിച്ചു വന്ന ശൈശവ വിവാഹത്തിൻ്റെ അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാബിറയ്ക്ക് നമ്മളോട് പറയാനുണ്ട്. നമുക്കതുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.